നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ ചർച്ചാ ക്ലാസ് ആരംഭിക്കുകയാണ്. ഭഗവാൻ വേദവ്യാസൻ ഈ ലോകത്തിന് നൽകിയ കനത്ത സംഭാവനയാണ് ശ്രീമദ് ഭഗവത്ഗീതയും ശ്രീ മഹാഭാരതവും. വേദാന്ത സാരസർവസ്വമാണ് ഭഗവത്ഗീത. ഭാരതീയ വേദാന്തത്തിൻ്റെ എല്ലാ തലങ്ങളെയും അത് ഉൾക്കൊള്ളുന്നു. വളരെ ലളിതമായ സമ്പ്രദായത്തിൽ ഭഗവത്ഗീത നമുക്ക് സമർപ്പിക്കുന്നത്, നമുക്ക് നൽകുന്നത്, കനിഞ്ഞ് അനുഗ്രഹിക്കുന്നത് വേദങ്ങളും ഉപനിഷത്തുകളും നമുക്ക് പകർന്നു തരുന്ന അത്യന്ത ഗഹനമായിട്ടുള്ള ജീവിത തത്വശാസ്ത്രമാണ്. ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വേദാന്ത സാരത്തെ ലളിതമാക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിച്ചു തരാൻ വേണ്ടിയിട്ട് വ്യാസൻ കഥാപാത്രങ്ങളായും കഥാസന്ദർഭങ്ങളായും രചിച്ചു. അങ്ങനെ ആദ്യം ഗീത വ്യാസഭഗവാന്റെ ഹൃദയത്തിലുണ്ടായി. തുടർന്ന് അതിൽ നിന്ന് മഹാഭാരത കഥ, ആ ഗീതാതത്വങ്ങളുടെ കഥാരൂപാവിഷ്കൃതി നമുക്ക് കൈവന്നു. അതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം. ഇന്നും അത് തുടരുന്നു. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ഭഗവാൻ വേദവ്യാസന്റെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 16-ാമത് അധ്യായം ദൈവാസുര സമ്പദ്വിഭാഗയോഗം. അതാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവീ സമ്പത്തിൻ്റെ ചർച്ച പൂർത്തിയായി. ആസുരീ സമ്പത്തിനെ നാം മഹാഭാരത കഥകളിലൂടെ നേരിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭമാണിത്. ദംഭോ ദർപ്പോ അധിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആസുരീ സമ്പത്തിന്റെ സവിശേഷതകൾ ഒന്നൊന്നായിട്ട് നമ്മുടെ മുന്നിൽ കേൾപ്പിക്കുന്നു. അവയെല്ലാം കഥകളായിട്ട് മഹാഭാരതത്തിലേക്ക് വരികയും ചെയ്തു. മഹാഭാരതത്തിലെ വിവിധങ്ങളായിട്ടുള്ള പർവ്വങ്ങളിലായിട്ട് അത്തരം കഥകൾ വ്യാപിച്ചു നിൽക്കുന്നു. ആ കഥകളിലൂടെയാണ് നാം ദംഭം ദർപ്പം തുടങ്ങിയതായ ആസുരി സമ്പത്തിന്റെ സ്വരൂപത്തെ പരിചയിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നാം തുടർന്ന് വ്യാസൻ പറയുന്ന ആസുരി സമ്പത്തിന്റെ സ്വഭാവവിശേഷങ്ങളെ നാം പഠിക്കുകയായിരുന്നു. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഃ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. വ്യാസഭഗവാൻ പറയുന്നു,
അസുരീ ബുദ്ധിയുള്ളവരായ ആളുകൾ പ്രവൃത്തിയെയും നിവൃത്തിയെയും അറിയുന്നില്ല. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കാറുമില്ല. അതുകൊണ്ട് അവരെല്ലാം പ്രവൃത്തി പഥത്തിൽ തുടരുന്നു. വിശേഷിച്ചും അതിൻ്റെ വികർമ്മ സമ്പ്രദായത്തിൽ അരുതാത്ത കാര്യങ്ങൾ ചിന്തിക്കുക, അരുതാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുക, അത് അരുതാത്ത രീതിയിൽ തന്നെ പ്രവർത്തിക്കുക, തികഞ്ഞ സ്വാർത്ഥ മോഹത്തോടുകൂടി പ്രവർത്തിക്കുക, മറ്റെല്ലാവരെയും വേദനിപ്പിക്കുകയും നഷ്ടപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതിൽ സന്തോഷിക്കുക. ഇതൊക്കെയാണ് ആസുരി സമ്പന്നന്മാരുടെ രീതി. അതാണ് ഓരോ വ്യക്തിയെയും, ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയെയും ജനിമൃതി പരമ്പരകളുടെ അവസാനിക്കാത്തതായ ബന്ധനങ്ങളിൽ കുരുക്കിയിടുന്നത്. നാം ഈ ആസുരീ സമ്പന്നന്മാർ പ്രവൃത്തിയെയും നിവൃത്തിയെയും അറിയുന്നില്ല എന്ന് ഭഗവാൻ വേദവ്യാസൻ പറഞ്ഞതിൽ നാം കഥകളിലൂടെ അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി. അത് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമാകുന്നു. വികർമ്മം എപ്പോഴും പരസ്പര വിരുദ്ധമായി പരിണമിക്കും. പെട്ടെന്ന് സൗഖ്യവും ശ്രേയസ്സും ഒക്കെ നൽകുന്നതാണ് വികർമ്മം എന്ന് തോന്നും. അതുകൊണ്ട് അതിനെ വികർമ്മമായി പോലും ആസുരി ബുദ്ധികൾ തിരിച്ചറിയില്ല. തൻ്റെ സുഖത്തിന് ഇണങ്ങുന്ന പ്രവൃത്തികൾ ഏതോ അതൊക്കെ തന്നെയാണ് ധർമ്മമായിട്ടുള്ളത് എന്നാണ് അവര് ഉറച്ച് കരുതുന്നത്. അങ്ങനെ ഓരോരോ സന്ദർഭത്തിനനുസരിച്ചിട്ട് വികർമ്മങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ സന്ദർഭങ്ങൾ മാറി 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 വരികയാണ്, സാഹചര്യം മാറി മാറി വരികയാണ്. ഇവ തമ്മിൽ, ഈ ചെയ്തു വെച്ച വികർമ്മങ്ങൾ തമ്മിൽ വിരുദ്ധമായി തീരും. അവ തമ്മിൽ മല്ലടിക്കും. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ജീവിത സാഹചര്യങ്ങളിലും വരും. അതിനേക്കാളേറെ ഓരോ ആസുരീ സമ്പന്നരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിലും വരും. അത് ഈ ഭയങ്കരമായ കുരുക്ഷേത്ര യുദ്ധം ആസുരീ സമ്പന്നന്മാരുടെ ഹൃദയത്തിൽ സംഭവിക്കുന്ന നിമിഷങ്ങളുണ്ടാകും. ആ രീതിയിൽ ഒരു സന്ദർഭം മഹാഭാരതത്തിലെ ഉദ്യോഗ പർവ്വത്തിൽ നിന്നിട്ട് നാം കാണുകയായിരുന്നു. ഭഗവദൂത് കഴിഞ്ഞ് ഭഗവാൻ മടങ്ങിപ്പോകുന്ന അവസരത്തിൽ കർണനെ വിളിച്ചു കൊണ്ടുപോയി. കർണന്റെ തത്വം, കർണൻ രാധേയനല്ല കൗന്ദേയനാണ് എന്നുള്ള തത്വം പറഞ്ഞ് കർണനെ പാണ്ഡവപക്ഷത്തിലേക്ക് ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ കർണന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. താൻ ചെയ്ത കാര്യങ്ങളെല്ലാം തൻ്റെ ഹിതത്തിന് വിപരീതമായിരുന്നു എന്ന വെളിവ് വരുന്നത് അപ്പോഴാണ്. അതുവരെ അതെല്ലാം തനിക്ക് ഹിതകരമാണ്, ഇനി ഇതിലും കൂടുതൽ ഹിതം തനിക്ക് ചെയ്യാനുണ്ട് എന്ന അഹന്തയായിരുന്നു അതെല്ലാം തനിക്കെതിരെ, താൻ ചെയ്തതെല്ലാം തനിക്കെതിരെ ചോദ്യചിഹ്നങ്ങളുമായി നിൽക്കുന്നത് കർണൻ തിരിച്ചറിഞ്ഞു. കർണൻ അവസാനം വേദനയോടുകൂടി കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, പാണ്ഡവന്മാരോട് ഞാൻ ചെയ്തിട്ടുള്ളതായ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ, അവരെ ഉപദ്രവിക്കാൻ, അവരെ നശിപ്പിക്കാൻ, അവരെ അവമതിക്കാൻ ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഞാൻ ആക്രോശിച്ച കാര്യങ്ങൾ, അതെല്ലാം തന്നെ ദുര്യോധനന് സന്തോഷം വരാൻ വേണ്ടിയിട്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ എന്നെ വേദനിപ്പിക്കുന്നു. ഞാൻ അതെല്ലാം ചെയ്തു കൂട്ടിയല്ലോ എന്ന്. അങ്ങനെ തൻ്റെ ഉള്ളിൽ തന്നെ മനസ്സ് രണ്ടു പങ്കായി വേർതിരിഞ്ഞു നിന്ന, പരസ്പരം യുദ്ധം ചെയ്യുന്ന ഏറ്റവും അപകടകരവും ഏറ്റവും ദുഃഖകരവും ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കർണൻ വീഴുന്നത് നാം കണ്ടു. തുടർന്നാണ് കർണൻ പറയുന്നത്, ദുര്യോധനൻ ഈ യുദ്ധത്തിൽ ജയിക്കാൻ പാടില്ല, യുധിഷ്ഠിരൻ ജയിക്കണം, യുധിഷ്ഠിരൻ രാജാവാകണം. കൃഷ്ണ, നീ ഈ രഹസ്യം അവരോട് പറയരുത്. പറഞ്ഞാൽ യുധിഷ്ഠിരൻ യുദ്ധരംഗത്ത് നിന്നിട്ട് പിന്മാറും, യുദ്ധം വേണ്ടെന്ന് വയ്ക്കും. അദ്ദേഹം തൻ്റെ കിരീടം എനിക്ക് കൊണ്ടുവന്ന് അടിയറ വയ്ക്കും. ഞാനത് ദുര്യോധനും കൊടുക്കേണ്ടി വരും. അത് പാടില്ല, യുദ്ധം നടക്കണം. അത് മാത്രമേ ഈ സാഹചര്യത്തിൽ കരണീയമായിട്ടുള്ളൂ.
അങ്ങനെ യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെന്തൊക്കെ ഉണ്ടാകുന്നൊക്കെ കർണൻ പറയുന്നത് നമ്മൾ കേട്ടു. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പാണ്ഡവ സൈന്യം ലഘുവാണെങ്കിലും ഏത് പ്രകാരത്തിലായിരിക്കും കൗരവന്മാർക്ക് അനുഭവപ്പെടുക എന്നുള്ളത് കൃഷ്ണൻ പറയുന്നതും കേട്ടു. ധർമ്മമേ ജയിക്കൂ, പാണ്ഡവരെ ജയിക്കൂ. കപിധ്വജം ആകാശത്തില് പ്രകാശത്തോടുകൂടി തിളങ്ങി നിൽക്കുന്നത് അല്ലയോ കർണ നീ കാണുന്നില്ലേ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. കപിധ്വജം ആഞ്ജനേയന്റെ അടയാളത്തോടുകൂടിയതായ കൊടിയടയാളം അവിടെ ആഞ്ജനേയൻ ഇരിപ്പുണ്ട്. അത് അർജുനന്റെ തേരിന്റെ മുകളിലുള്ള കൊടിയാണ്. അത് ഉയർന്ന പ്രകാശം ചിതറിക്കൊണ്ട് തിളങ്ങി നിൽക്കുന്നത് അല്ലയോ കർണ നീ കാണുന്നില്ലേ എന്ന് കൃഷ്ണൻ പറയുന്നത് നാം കേട്ടു. തുടർന്ന് കർണൻ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് സൂര്യനിൽ നിന്നിട്ട് ഏകദേശം തൻ്റെ മാതാവും പിതാവും ആരൊക്കെയാണ് എന്ന് കർണൻ മനസ്സിലാക്കിയ നാളു മുതൽ കർണന്റെ മനസ്സിൽ ഈ പ്രകാരത്തിലുള്ള സംഘർഷം രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. അത് കൃഷ്ണനും കർണനും തമ്മിൽ സംസാരിക്കുന്നതിന് കുറച്ചു നാള് ഏതാനും വിരലെണ്ണാവുന്ന മാസങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ അത് വ്യക്തമായതോടുകൂടി ആ സംഘർഷം പൂർണ്ണതയിലെത്തി.